കണ്ണേർ എന്ന വാക്കിന് ദൃഷ്ടിദോഷം എന്നാണ് അർത്ഥം. പണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കവിളത്ത് ഒരു കറുത്ത പൊട്ടിടാതെ പുറത്തിറക്കാറില്ല അല്ലേ? ആരെങ്കിലും കുഞ്ഞിനെ കണ്ട് നല്ല ഭംഗിയുള്ള കുട്ടിയെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, അവരുടെ കൺദോഷം കുട്ടിക്ക് കിട്ടുമെന്നായിരുന്നു. ചെറിയ തോതിലുള്ള കണ്ണേറൊക്കെ ഒരു അല്പം കടുകോ മുളകോ കുഞ്ഞിൻ്റെ തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞെടുത്ത് അടുപ്പിലേക്ക് ഇട്ടാൽ മാറുമെന്നാണ് നമ്മുടെ പണ്ട് കാലത്ത് അമ്മൂമ്മമാരൊക്കെ പറയാറ്. കണ്ണേറ് മൂലമാണെന്ന് കരുതുന്ന അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ കണ്ണേറ് പാട്ട് നടത്തിയിരുന്നു പണ്ട് കാലത്ത്. അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തി ഗണപതിക്കും ദേവതകൾക്കും നിവേദ്യം അർപ്പിച്ച് മന്ത്രവാദ പാട്ടും പാടും. പലയിടങ്ങളിലും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരാറുണ്ട്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നും സന്തോഷത്തോടെ ഒരു കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്ന കുട്ടി പെട്ടിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അതിഥികളൊക്കെ വന്ന് പോയതിന് ശേഷം കുഞ്ഞ് തുടർച്ചയായിട്ട് കരയും. ചിലപ്പോൾ അസ്വസ്ഥതകൾ വരും, വയറുവേദനയൊക്കെ വന്ന് കരയാറുണ്ട്. അതൊക്കെ ദൃഷ്ടിദോഷമാണെന്നാണ് പൊതുവെ പറയാറ്. അതുപോലെ നന്നായിട്ട് കായ്ച്ചു വരുന്ന മരത്തെക്കുറിച്ച് ആരെങ്കിലും ഇത് എത്ര നന്നായിട്ട് കായ്ച്ചു, അല്ലെങ്കിൽ നമുക്ക് നല്ല പ്ലാവിൽ നിന്ന് നിറയെ ചക്കകൾ കിട്ടുന്ന സമയത്ത് നന്നായിട്ട് ചക്കയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അടുത്ത ദിവസം അത് മുഴുവനായിട്ട് കൊഴിഞ്ഞു പോയ അവസരങ്ങളും പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ കാക്കാതിരിക്കുക, പല രീതിയിൽ കണ്ണേറ് വരാറുണ്ട്. അതായത് ഒരാളുടെ നോട്ടത്തിലൂടെയോ വാക്കിലൂടെയോ മറ്റൊരാൾക്ക് ദോഷം വരും എന്ന വിശ്വാസമാണ് ദൃഷ്ടിദോഷം. മനുഷ്യർക്ക് മാത്രമല്ല, അത് മൃഗങ്ങൾക്കും ഉണ്ടാകും ദൃഷ്ടിദോഷം അഥവാ കണ്ണേറ്. അതായത് നമ്മുടെ ദൃഷ്ടിക്ക് എത്രമാത്രം ഊർജ്ജമുണ്ടെന്ന് അറിയാമോ? ഒരാളെ നമ്മൾ രൂക്ഷമായി നോക്കുകയാണെങ്കിൽ 2-3 മിനിറ്റിനുള്ള അയാൾ തിരിച്ചു നോക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയോ അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ദൃഷ്ടിക്ക് അത്രത്തോളം ശക്തി ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. ചില പ്രദേശങ്ങളിൽ ചില വ്യക്തികൾ അറിയപ്പെടുന്നത് തന്നെ കരിങ്കണ്ണൻ എന്നോ കരിങ്കണ്ണി എന്നൊക്കെ ആയിരിക്കും. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ പല രീതിയിലും പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അത്തരക്കാരുടെ ഒരു നോട്ടമോ വാക്കോ പോലും അശുഭമായി ഭവിക്കുമെന്നാണ് കണക്കാക്കാറ്. അതുപോലെ ചില നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദൃഷ്ടിദോഷം പതിക്കുമെന്നാണ് കേട്ടോ വിശ്വാസം. അതായത് അത്തം, ചിത്തിര, അശ്വതി, രോഹിണി എന്നിവ ഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ദൃഷ്ടിദോഷം കൊണ്ട് ശാരീരികമായും കുടുംബപരമായും സാമ്പത്തികമായും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇവ പരിഹരിക്കുന്നതിന് പല വഴികളുമുണ്ട്. കുട്ടികൾ, ഗർഭിണികൾ, മുലയിട്ടുന്ന അമ്മമാർ, സുന്ദരന്മാർ എന്നിവർക്കൊക്കെ പെട്ടെന്ന് കണ്ണേറ് പറ്റുമെന്നാണ് വിശ്വാസം. പുറത്തു പോയിട്ട് വരുമ്പോൾ അപരിചിതർ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴൊക്കെ കണ്ണേറ് പറ്റാതിരിക്കാനായിട്ട് പണ്ടുള്ളവർ ചെയ്യുന്നതാണ്, ഇപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് കുട്ടികളെന്ന് മാത്രമല്ല വലിയവരൊക്കെ എല്ലാവർക്കും ചെയ്യാറുണ്ട്. കടുക് മുളക് ഒഴിഞ്ഞിടൽ. കടുക് കൈവെള്ളയിൽ ഇങ്ങനെ നമ്മൾ തൂവാതെ ഉപ്പും മുളകും ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി ചൊല്ലി ഒഴിഞ്ഞ് അടുപ്പിലിടിയിക്കണം. മുളക് കത്തുന്ന ആ രൂക്ഷ ഗന്ധം വന്നാൽ കണ്ണേറ് ഇല്ലാതെ ആയെന്നും ഗന്ധം വന്നില്ലെങ്കിൽ വീണ്ടും ഒഴിഞ്ഞിടണമെന്നാണ് വിശ്വാസം. കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ണേറ് ഏൽക്കാതിരിക്കാൻ ചെവിയുടെ പുറകിലായിട്ട് നമുക്ക് കാൽവെള്ളയിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലായിട്ട് നമുക്ക് കറുത്ത പൊട്ടിടാം. അതുപോലെ കരിവളയൊക്കെ അണിയിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ലതാണ്. ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഗർഭിണികൾ പുറത്തിറങ്ങുമ്പോൾ കണ്ണ് തെറ്റാതിരിക്കാൻ ഒരു ഇരുമ്പ് കഷ്ണമോ പാണനിലയോ കരുതാൻ പഴമക്കാരൊക്കെ പറയാറുണ്ട്. കുഞ്ഞുങ്ങളുടെ ഓമനത്തമുള്ള ഭംഗിയും എളുപ്പത്തിൽ കണ്ണേറ് പറ്റാൻ സാധ്യതയതിനാൽ 28 കെട്ടൽ ചടങ്ങിന് നമ്മൾ കറുത്ത ചരടിൽ പഞ്ചലോഹങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. വീട്ടിൽ കണ്ണേറ് തട്ടാതിരിക്കാൻ പലതരത്തിലുള്ള ബൊമ്മകളും ചക്രങ്ങളൊക്കെ നമ്മൾ സ്ഥാപിക്കാറുണ്ട് അല്ലേ? ദൃഷ്ടിദോഷത്തെ മാറ്റി നിർത്താൻ നാരങ്ങത്തോടും കൊണ്ട് നമുക്ക് സാധിക്കും. അതിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ആ ദൃഷ്ടിദോഷം ഏറ്റിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന് ദൃഷ്ടിദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഒരു നാരങ്ങത്തോട് എടുക്കുക. നാരങ്ങത്തോട് എടുത്തതിന് ശേഷം ഓം നമോ ഭഗവതി, ഓം ലളിത പരമേശ്വരി, ദൃഷ്ടിദോഷം മാറിപ്പോക സ്വാഹ എന്നുള്ള മന്ത്രം 36 തവണ ജപിച്ചതിന് ശേഷം ഏത് വസ്തുവിനെ ആയാലും ശരീരത്തിനെ ആയാലും 21 പ്രാവശ്യം ഒഴിയുക. ഈ മന്ത്രം പറഞ്ഞ് ഒഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് കുറച്ച് കരിയില കൂട്ടി ഇട്ട് ഈ നാരങ്ങത്തോട് അതിലിട്ട് കത്തിച്ച് കളഞ്ഞാൽ എത്ര വലിയ ദൃഷ്ടിദോഷവും മാറിക്കിട്ടും. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ദൃഷ്ടിദോഷം മറ്റൊരു വസ്തുവിനെ കൊണ്ട്, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുവിനെ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നാരങ്ങയുടെ തോടിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യം നടത്തപ്പെടുന്നത്. നാരങ്ങത്തോട് തന്നെ നമ്മുടെ ദൃഷ്ടിദോഷം മാറ്റാൻ പറ്റുന്ന വേറൊരു കാര്യം ഞാൻ പറയാം. നാരങ്ങത്തോട് പോലെ തന്നെ എപ്പോഴും നമ്മൾ കാണുന്ന ഒന്നാണ് കറിവേപ്പില അല്ലേ? ഈ കറിവേപ്പില ഇത്തരത്തിലുള്ള ഒരു ഊർജ്ജശക്തി നിലനിൽക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ പ്രത്യേകത, കറിവേപ്പിലയുടെ ഇലയ്ക്കല്ല കേട്ടോ ഈ ദോഷം മാറ്റാൻ പറ്റുന്നത്, അതിൻ്റെ തണ്ടിനാണ്. കറിവേപ്പിലയുടെ തണ്ട് എടുത്തതിന് ശേഷം അതിൽ ചുവന്ന ചരട് ചുറ്റുക. ചുവന്ന ചരട് ചുറ്റി ആർക്കാണോ എന്തിനാണോ ദൃഷ്ടിദോഷം ഏറ്റിരിക്കുന്നത് ആ ഒരു മനുഷ്യനാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ ദൃഷ്ടിദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ 3 ദിനരാത്രങ്ങൾ അയാൾ കിടക്കുന്ന തലയിണയുടെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ദൃഷ്ടിദോഷം മാറിക്കിട്ടും. അതായത് നമ്മുടെ കറിവേപ്പിലയുടെ തണ്ടിൽ ചുവന്ന ചരട് ചുറ്റിയിട്ട് തലയുടെ അടിയിൽ വിശ്വാസം മതി. ഇതൊരു വിശ്വാസമാണ്, വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യുക.
അതുപോലെ നമ്മുടെ വീട്ടിലെ കരിയില കത്തിക്കാറുണ്ടല്ലോ നമ്മൾ കൂട്ടിയിട്ട്. കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് ദൃഷ്ടിയുള്ള ആളെ നമ്മൾ കത്തിക്കുന്ന സ്ഥലത്ത് ഒരു കുറ്റിച്ചൂലിൻ്റെ ഇർക്കിൾ 3 ഒടിച്ചെടുത്തിട്ട് അയാളെ 3 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ കത്തിച്ച കരിയില കൂട്ടത്തിലേക്ക് ഇടുകയും അയാളോട് 3 പ്രാവശ്യം ആ കത്തി നിൽക്കുന്ന അഗ്നിജ്വാലയിലേക്ക് ഊതുവാൻ പറയുക. ഈ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പണ്ട്. ഇങ്ങനെ ചെയ്യുന്നതും ഈ ദൃഷ്ടിദോഷം കണ്ണേറൊക്കെ മാറാനായിട്ട് നല്ലതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കണ്ണേറ്, കരിങ്ങൺ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ദൃഷ്ടിദോഷമൊക്കെ മാറാനായിട്ട് നല്ലതാണ്. ഇങ്ങനെ കുറച്ച് പ്രയോഗങ്ങൾ ദൃഷ്ടിദോഷം മാറ്റാൻ നിത്യജീവിതത്തിലൊക്കെ ചെയ്യുവാൻ കഴിയും. ദൃഷ്ടിദോഷം പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്വീകരിച്ചാലും അതിന് കൃത്യമായ ഒരു ഫലം തീർച്ചയായും ഉണ്ടാകും. ആ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദൃഷ്ടിദോഷത്തിൽ നിന്നും പൂർണ്ണമായും മാറി വളരെ സന്തോഷത്തോടമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൃഷ്ടിദോഷം കണ്ണേറൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത തവണ നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.